ഹായ് ഫ്രണ്ട്സ്, AS മീഡിയയുടെ പുതിയൊരു ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാലയിൽ FYUG 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സർക്കുലറാണ് നിലവിൽ വന്നിട്ടുള്ളത്. ഈ ഒരു സർക്കുലർ എന്ന് പറയുന്നത് 17/1/2025 വന്നിട്ടുള്ള സർക്കുലറാണ്. ഈ ഒരു സർക്കുലർ പ്രകാരം 4 ഇയർ UG കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഓൾറെഡി ഫസ്റ്റ് സെമസ്റ്റർ പഠിക്കുകയും ഫസ്റ്റ് സെമസ്റ്റർ റിസൾട്ട് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ റിസൾട്ട് വന്ന് അതിൽ ജയിക്കാത്ത വിദ്യാർത്ഥികൾ, ഏതെങ്കിലുമൊക്കെ തന്നെ സബ്ജക്റ്റുകൾ കിട്ടാനുള്ള അരിയേഴ്സ് ഉള്ള വിദ്യാർത്ഥികൾക്കുള്ള ഒരു സർക്കുലറാണ്, അല്ലെങ്കിൽ അതിന് ആ ഒരു കാര്യമായി റിലേറ്റ് ചെയ്ത് മെൻഷൻ ചെയ്യുന്നൊരു സർക്കുലറാണ്. സോ ഈ ഒരു സർക്കുലർ പ്രകാരം കഴിഞ്ഞ 2023 വരെയുള്ള നമ്മൾ തുടർന്ന് വന്നിരുന്ന ഡിഗ്രി റിലേറ്റ് ചെയ്തിട്ടുള്ള റോളുകളെല്ലാം തന്നെ മാറ്റിക്കൊണ്ടുള്ളൊരു സർക്കുലറാണെന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ ആ ഒരു രീതിയെ മാറ്റി വെച്ചുകൊണ്ടുള്ളൊരു സർക്കുലർ. അതായത് മുമ്പ് ഒരു കുട്ടി അരിയർ ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ സപ്ലി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സപ്ലി അവസരങ്ങൾ തരും. അത് ഫീസ് അടച്ച് നമ്മൾ സപ്ലി എഴുതും. ഇങ്ങനെ സപ്ലി എഴുതി കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ മേഴ്സി ചാൻസ് അവസരം ഉണ്ടാവും. ആ മേഴ്സി ചാൻസ് നമ്മൾ എഴുതുന്നതായിരിക്കും. ഈ ഒരു മേഴ്സി ചാൻസ് എഴുതി കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലേ ഉള്ളൂ, അതായത് മേഴ്സി ചാൻസ് ആണ് ഏറ്റവും ലാസ്റ്റ് ചാൻസ് എന്ന് പറയുന്നത്. ആ ഒരു മേഴ്സി ചാൻസ് എഴുതി കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ പോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പം ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു സർക്കുലർ പ്രകാരം നമുക്ക് സപ്ലിമെൻ്ററി എക്സാമിനേഷൻ എഴുതാനുള്ള അവസരം നിങ്ങൾക്ക് നൽകും. ആ സപ്ലിമെൻ്ററി എക്സാമിൽ നിങ്ങൾ എഴുതിയിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ബാച്ചിനൊപ്പം ഫസ്റ്റ് സെമസ്റ്റർ നിങ്ങൾ ഒന്നുകൂടി പഠിക്കേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ് ഈ ഒരു സർക്കുലർ പ്രകാരം നമുക്ക് മനസ്സിലാവുന്നത്. കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഇനിയും വരാനിരിക്കുന്നു. ഈ സർക്കുലറിലുള്ള കാര്യം നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്യാം. സോ ഇതിൽ ഫസ്റ്റ് പറയുന്ന കാര്യം, adverting to the circular report, the following clarification may be noted by the colleges offering FYUGP as part of commencement of second semester. ഫസ്റ്റ് പോയിന്റ് കൊടുത്തിട്ടുള്ളത്, സ്റ്റുഡൻറ്റ് ഹു ഫെയിൽ ടു സെക്യൂർ മിനിമം മാർക്ക് ഫോർ എൻഡ് സെമസ്റ്റർ ഇവാലുവേഷൻ ESE ആൻഡ് കണ്ടിന്യൂസ് കംപ്രഹെൻസീവ് അസസ്മെൻറ്റ് CCA both for theory and practical should reappear the ESA along with the supplementary examination of the first semester and should reappear for summative assessment essay without remitting any fees. അതായത് എൻഡ് സെമസ്റ്റർ എവാലുവേഷൻ, കണ്ടിന്യൂസ് കംപ്രഹെൻസീവ് അസസ്മെൻറ്റിൽ നിങ്ങൾ മിനിമം മാർക്ക് ക്വാളിഫൈഡ് ആയിട്ടില്ല, ഫെയിലായി പോയ വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ, അതായത് തിയറിക്കും പ്രാക്ടിക്കലിനും നിങ്ങൾ ആ ഒരു ESEക്ക് റീഅപ്പിയർ ചെയ്യണം. സപ്ലിമെൻ്ററി എക്സാം അറ്റൻഡ് ചെയ്ത് ESA റീഅപ്പിയർ ചെയ്ത് ആ ഒരു സെമറ്ററി അസസ്മെൻറ്റും റീഅപ്പിയർ ചെയ്തതിന് ശേഷം, അതായത് ഫീസൊന്നും അടയ്ക്കാണ്ട് തന്നെ വിത്തൗട്ട് റെമിറ്റിംഗ് എനി ഫീസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഫീ പേയ്മെൻറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് സപ്ലിമെൻ്ററി എക്സാംസ് അറ്റൻഡ് ചെയ്ത് ESA ആൻഡ് സെമസ്റ്ററി അസസ്മെൻറ്റ് നിങ്ങൾക്ക് റീഅപ്പിയർ ചെയ്യാം. ഇനി ഈവൻ ഇത് ചെയ്തതിന് ശേഷം, ഈവൻ ആഫ്റ്റർ റീഅപ്പിയറൻസ് ഓഫ് സെമസ്റ്ററി അസസ്മെൻറ്റ് essay, the student who failed to secure the minimum mark for CCA should repeat the course along with the next batch. അതായത് റീഅപ്പിയർ ചെയ്തിട്ടും സെമറ്ററി അസസ്മെൻറ്റ് essayക്ക് നിങ്ങൾ ഫെയിൽ ആവുകയാണ്, മിനിമം മാർക്ക് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചില്ല എന്നാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ നെക്സ്റ്റ് ബാച്ചിനൊപ്പം നിങ്ങൾ ആ ഒരു കോഴ്സ് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അതായത് ഫസ്റ്റ് സെമസ്റ്റർ നെക്സ്റ്റ് വരുന്ന കുട്ടികളോടൊപ്പം നിങ്ങൾ ഒന്നുകൂടി ആ ഒരു ഫസ്റ്റ് സെമസ്റ്റർ പഠിക്കേണ്ടതായിട്ട് വരും. ആൻഡ് മൂന്നാമത് കൊടുത്തേക്കുന്ന പോയിന്റ് ഇതാണ്, ദ കോഴ്സ് രജിസ്ട്രേഷൻ ഓഫ് സ്റ്റുഡൻറ്റ് ഫോർ ദ സെക്കൻഡ് സെമസ്റ്റർ ഷോൾ ബി കംപ്ലീറ്റഡ് ബൈ 18 ജാനുവരി. ഇത് 17-ാം തീയതി സർക്കുലറാണ്. അപ്പോൾ അതിനകത്ത് മറ്റ് മുമ്പ് വന്നിട്ടുള്ള 7-ാം തീയതി വന്നിട്ടുള്ള റിവൈസ് ചെയ്തിട്ടാണ് 17-ാം തീയതി സർക്കുലർ ഒന്നുകൂടി അവർ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പറഞ്ഞ പ്രകാരം നിങ്ങൾ ഓൾറെഡി സെക്കൻഡ് സെമസ്റ്ററിൻ്റെ കോഴ്സും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് മൈനറും മേജറൊക്കെ തന്നെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ തന്നെ അതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ തന്നെ 18 ജാനുവരി ഇന്ന് കംപ്ലീറ്റ് ആവും എന്നുള്ള കാര്യം കൂടി അതിനെ ഇൻഫോം ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു സെക്കൻഡ് പോയിന്റ് പ്രകാരം മെയിനായിട്ടും സപ്ലിമെൻ്ററി എക്സാം അറ്റൻഡ് ചെയ്തിട്ട് ഫെയിൽ ആവുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മളൊരു വിഷയത്തിന് പാസ്സാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ തിയറിയും പ്രാക്ടിക്കലും ആൻഡ് ഇൻറ്റേർണൽ മാർക്ക് മാർക്ക് അല്ലെങ്കിൽ CC ഓർ സെമറ്ററി അസസ്മെൻറ്റ് മാർക്കും കൂടി നമുക്കുണ്ടായിരിക്കണം. ഇത് ഇൻറ്റേർണൽ മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ കോളേജിലെ അധ്യാപകർ നമുക്ക് ഇട്ട് നമ്മളുടെ അറ്റൻഡൻസും നമ്മൾ കൊടുക്കുന്ന അസൈൻമെൻറ്റ്സും സെമിനാർസും ഇങ്ങനെയൊക്കെ ഇട്ട് നമുക്ക് ഇൻറ്റേർണൽ മാർക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പം ആ ഒരു മാർക്ക് കൂടെ ആഡ് ചെയ്തിട്ടാണ്, രണ്ടും കൂടെയൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു വിഷയത്തിന്
പാസ്സാവുക എന്ന് പറയുന്നത്. ഇപ്പോൾ തിയറിക്ക് മാത്രം പാസ്സായതുകൊണ്ട് ഇത് പാസ്സാവണം, അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് പാസ്സാവണമെന്നില്ല. മാർക്ക് കൂടെ നമുക്ക് അതിൽ കൃത്യമായിട്ട് ആഡായി കിട്ടണം. അപ്പം ഈവൻ ആഫ്റ്റർ റീഅപ്പിയറൻസ് ഓഫ് സെമസ്റ്റർ അസസ്മെൻറ്റ്, അതായത് സെമസ്റ്റർ അസസ്മെൻറ്റ് പറയുന്നത് ഈ ഒരു ഇൻറ്റേർണൽ മാർക്കുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ്. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മുടെ അധ്യാപകർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അതെന്താണ് മീൻ ചെയ്യുന്നുള്ളത്. സോ ഈ ഒരു ഇൻറ്റേർണൽ മാർക്ക് പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ റീഅപ്പിയർ ചെയ്തിട്ടും നിങ്ങൾ ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ, അത് മിനിമം CCA മാർക്ക് നിങ്ങൾ വാങ്ങാൻ ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ആ ഒരു കോഴ്സ് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് നെക്സ്റ്റ് ബാച്ചിനൊപ്പം റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അതാണ് ഇതിൽ പറയുന്നത്. സോ നിങ്ങൾക്ക് സപ്ലിമെൻ്ററി എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള അവസരം നൽകുന്നതാണ്. അതോടൊപ്പം സെമസ്റ്റർ അസസ്മെൻറ്റ് റീഅപ്പിയർ ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് നൽകുന്നതാണ്. ESC ഷോൾ അപ്പിയോ, ഒന്നുകൂടി പറയാം, ഷോൾ റീഅപ്പിയോ ദ ESC along with the supplementary examination of the first semester and ഷോൾ റീഅപ്പിയോ for semester assessment without remitting any fee. അതിൽ നിങ്ങൾ സെമസ്റ്റർ അസസ്മെൻറ്റ് നിങ്ങൾ റീഅപ്പിയർ ചെയ്തിട്ടും നിങ്ങൾ ഫെയിൽ ആവുകയാണ്, മിനിമം CCAക്ക് മിനിമം മാർക്ക് CC നിങ്ങൾ വാങ്ങാൻ ക്വാളിഫൈ ആയിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ ആ ഒരു കോഴ്സ് നിങ്ങൾ നെക്സ്റ്റ് ബാച്ചിനൊപ്പം റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് ഇതിൽ മെയിനായിട്ടും ഈ ഒരു സർക്കുലർ പ്രകാരം പറഞ്ഞിട്ടുള്ളത്. നിങ്ങളിപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്നത് മാർക്ക് ഫ്രം ഗ്രേഡ് സ്റ്റേറ്റ്മെൻറ്റ് ജസ്റ്റ് ഒരു ഡെമോ കോപ്പി അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കണ്ടായിട്ട് പഠിക്കും. ഓരോ കോഴ്സുകൾ കൊടുത്തിട്ടുണ്ട്, അതിൽ ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ട്, CCA, ESA, CCA plus ESA, GP, CP ഗ്രേഡ്, ഇങ്ങനെയൊക്കെ ഓരോന്ന് നിങ്ങൾക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ CCA എന്ന് പറയുന്നത് കണ്ടിന്യൂസ് കംപ്രഹെൻസീവ് അസസ്മെൻറ്റ് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ കോളേജിൽ കൃത്യമായിട്ട് നിങ്ങളുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ തന്നെ വാല്യൂ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അധ്യാപകരല്ലേ. അതൊരു ഇൻറ്റേർണൽ മാർക്ക് എന്ന രീതിയിൽ അവർ മാർക്ക് ഇടുകയും ചെയ്തത്, നിങ്ങളുടെ അധ്യാപകർ നിങ്ങൾക്ക് മാർക്ക് ഇടുകയും ചെയ്തത്. അതാണ് CCA കൊണ്ടുള്ള ഉദ്ദേശം. സോ തിയറിക്കും പ്രാക്ടിക്കലിനും പ്രത്യേകമുള്ള ഇൻറ്റേർണൽ മാർക്ക് അല്ലെങ്കിൽ CCA മാർക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇവിടെ കാണാം, റിഫ്ലക്ഷൻ ഓൺ ലാംഗ്വേജ്, ലിറ്ററേച്ചർ ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന സബ്ജക്റ്റിന് കൊടുത്തിട്ടുള്ള ക്രെഡിറ്റ് എത്രയാണ്, ആ CCയിൽ തിയറിക്ക് കൊടുത്തിട്ടുള്ള മാർക്ക്, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടിയ മാർക്ക് എത്രയാണ്, FA പ്രാക്ടിക്കലിലുള്ള കോഴ്സുകൾക്ക് പ്രാക്ടിക്കലിന് കിട്ടിയിട്ടുള്ള മാർക്ക് എങ്ങനെയാണ്, ഇത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ടോട്ടലി കൂടിയിട്ടാണ് 17 ഇവിടെ കൊടുത്തിട്ടുള്ളത്. മാക്സിമം ആ ഒരു സബ്ജക്റ്റിന് 20-ലാണ് CE മാർക്ക് അല്ലെങ്കിൽ CCA മാർക്ക് കൊടുക്കാൻ സാധിക്കുക. ആ 20-ൽ 17 മാർക്ക് അവിടെ സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെമസ്റ്റർ അസസ്മെൻറ്റ് നിങ്ങൾ റീഅപ്പിയർ ചെയ്തിട്ട് നിങ്ങൾ ഫെയിൽ ആവുകയാണ്, നിങ്ങൾ മിനിമം മാർക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് ഫെയിൽ ആവുകയാണ് എന്നുണ്ടെങ്കിലാണ് നിങ്ങൾ ആ ഒരു കോഴ്സ് എന്താണ് പിന്നീട് വരുന്ന നെക്സ്റ്റ് ഫസ്റ്റ് സെമസ്റ്റർ ബാച്ചിനൊപ്പം ആ ഒരു കോഴ്സ് ഒന്നുകൂടി പഠിച്ചിട്ട് നിങ്ങൾ എഴുതേണ്ടതായിട്ട് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സപ്ലി പോലെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം നമ്മൾ ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അറ്റൻഡൻസ് ആയിക്കോട്ടെ, ഇൻറ്റേർണൽ മാർക്കുകളൊക്കെ തന്നെ കുറവ് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം പിന്നീട് നമുക്ക് പഠിക്കുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ട് വരും എന്നുള്ളത്. അപ്പോൾ അത് എല്ലാ വിദ്യാർത്ഥികളും മനസ്സിൽ വെക്കുക. സപ്ലി നിലവിലുള്ള വിദ്യാർത്ഥികളായാലും ഇതുവരെയും സപ്ലി കിട്ടാത്ത, ഫസ്റ്റ് സെമസ്റ്റർ സപ്ലി ഒന്നും ഇല്ലാണ്ട് എല്ലാ വിഷയത്തിൽ വിജയിച്ച വിദ്യാർത്ഥികളായാലും മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് സപ്ലിയും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. സപ്ലി പോലുള്ള കാര്യങ്ങൾ വന്നാൽ, ഇൻറ്റേർണൽ മാർക്കിലൊക്കെ കുറവ് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ റൂൾ പ്രകാരം നമുക്ക് പിന്നീട് ആ ഫസ്റ്റ് സെമസ്റ്റർ നെക്സ്റ്റ് ബാച്ചിനൊപ്പം പഠിക്കുകയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. സോ ഒഫീഷ്യലായിട്ട് ഇങ്ങനെയുള്ള ഇൻഫോർമേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്തിക്കുന്നതായിരിക്കും. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. ദെൻ കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻ നിങ്ങളുടെ അധ്യാപകർ നിങ്ങളിലേക്ക് പകർന്നു തരുന്നതായിരിക്കും. ഈ ഒരു സെമസ്റ്റർ അസസ്മെൻ്റ് ഒക്കെ എങ്ങനെയാണ് എടുക്കേണ്ടത്, എങ്ങനെയാണ് കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ അധ്യാപകർ പറയുന്നതായിരിക്കും. കൂടുതൽ ഇൻഫോർമേഷന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.